الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനും സർവ്വലോക രക്ഷിതാവും സർവ്വപരിപാലകനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടൊന്നു പോലെ വിശ്വാസിനികൾ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളും സാന്ദർഭികമായി മനസ്സിരുത്തേണ്ട സൂറത്ത് തൗബയിലെ സിദ്ധാർത്ഥമായ ഒരായത്താണ് കൽപ്പിച്ചത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിച്ചിരുന്ന് ആലോചിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല മനസ്സോടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി നമ്മുടെ ഇഹപര സൗഭാഗ്യത്തിന് വഴിയൊരുക്കുന്ന നസീഹത്തുകൾ കേൾക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഭൗമ ലോകത്ത് ഇഷ്ടംപോലെ ഒരുക്കി തന്ന റഹ്മാനായ ഒരല്പകാലം നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ നമുക്ക് അള്ളാഹു അവസരം നൽകുകയാണ്. അനുഗ്രഹങ്ങളുടെ നിറവിലാണ് ഞാൻ ഒരനുഗ്രഹം നഷ്ടപ്പെടുമ്പോഴാണ് ആ അനുഗ്രഹത്തിന്റെ വില അറിയുക. കാലിൽ രണ്ടിലും നീര് വന്നു. പരിശോധന നടക്കുമ്പോ ക്രിയാറ്റിൻ ലെവൽ കൂടുതലാണെന്ന് അറിയുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും ഹൃദയം വേദനിക്കും, മനസ്സ് വേദനിക്കും. പരിശോധന നടത്തിയപ്പോ വേറെ ചില റിസൾട്ടുകൾ പോസിറ്റീവ് ആണെന്ന് അറിയുമ്പോൾ, ഷുഗർ ഹൈ ആണെന്ന് അറിയുന്നു, അല്ലെങ്കിൽ ബയോപ്സി നടത്തുന്ന ബുദ്ധിമുട്ടാണെന്ന് അറിയുമ്പോൾ, അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചനയ്ക്ക് വിധേയമാകുന്നത്. മനുഷ്യൻ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ്. ഓട്ടത്തിനിടയിൽ ഭൗതികതയുടെ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മളെ പറ്റി പലപ്പോഴും ആലോചിക്കാറില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാം അതൊക്കെ ആലോചിക്കണമെന്ന് ഗൗരവത്തോടെ അനുവദിക്കപ്പെടുന്ന സുഖാസ്വാദനങ്ങൾക്കൊന്നും ഇസ്ലാം വിലക്കല്ല. അനുവദിക്കപ്പെട്ട സുഖാസ്വാദനങ്ങളൊക്കെ ആവോളം ആസ്വദിക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദമാണ്. പക്ഷെ ശാശ്വതമായ സുഖസന്തോഷങ്ങൾക്ക് മുന്നിൽ ഐഹിക ജീവിതം നമുക്ക് തടസ്സമാകാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാട്. എന്താ നമ്മുടെ ജീവിത ലക്ഷ്യം? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും കരുണാവാദിയായ റബ്ബ് സൃഷ്ടിച്ചത് പ്രിയപ്പെട്ടവരെ റഹ്മാനായ റബ്ബിനെ ഇബാദത്ത് ചെയ്യുവാനാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്യന്തിക ലക്ഷ്യം എന്താണെന്നോ? റഹ്മാനായ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ആരല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നു, ആരവന്റെ വിധിവിലക്കുകൾ മാനിക്കുന്നു, അവന്റെ കൽപ്പനകൾക്ക് ആര് ജീവിതത്തിൽ മുഖവില നൽകുന്നു എന്നതാണ് പ്രിയപ്പെട്ടവരെ റബ്ബ് നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതിനാണ് ഈ സുന്ദരമായ ഭൂമി നമുക്ക് ഒരുക്കി തന്നത്, ബലിഷ്ഠമായ ഏഴാകാശങ്ങൾ ഒരുക്കി തന്നത്, ശ്വസിക്കാനുള്ള വഴി, കുടിക്കാനുള്ള വെള്ളം, മറ്റെല്ലാ സൗകര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി തന്നത്. സുഹൃത്തെ, ശാശ്വത ലോകത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ, ഒരു ഇളവേള എന്ന നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുവാൻ. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ.
ഇന്നാ ജഅൽനാ മനുഷ്യ നാം ആക്കിയിരിക്കുന്നു, ഭൂമി നിനക്ക് ഭംഗിയാക്കി തന്നിരിക്കുന്നു. എന്തെല്ലാം സൗകര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ ഭൂമി ലോകത്ത് എനിക്കും നിങ്ങൾക്കും ആസ്വദിക്കാനും അനുഭവിക്കാനും പടച്ചറപ്പ് ഒരുക്കി തന്നിരിക്കുന്നത്. എന്തിനാൽ ഈ നബുലോകം നമ്മൾ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ആരാണ് ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ നന്മയുടെ കാര്യത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കണം. കാരണം ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് അല്ലാഹു പരലോക രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിശ്ചയിച്ച സമയം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് പരലോക രക്ഷയ്ക്ക് വേണ്ടി ചെയ്യാൻ നിശ്ചയിച്ച സമയം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നേരം വെളുത്തു, ജുമഅയുടെ സമയമായി. എത്ര സമയം നമ്മുടെ നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നിങ്ങളുടെ കൂടി. ഈ വെള്ളിയാഴ്ച ആയപ്പോഴേക്കും ഒരാഴ്ച നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുപോയി. സുഹൃത്തെ, അങ്ങനെ നമ്മുടെ ദിവസത്തിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച സമയങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, മുഹറം എത്രയാണെന്നോ? മുഹറം 3 പുതിയൊരു വർഷപ്പുരയിലാണ് ഞാൻ നിങ്ങളും. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 2026 മാറി 27 ആകുന്നത് ലോകം മുഴുവനും അറിയും. എല്ലായിടങ്ങളിലും അതിന്റെ ആഘോഷങ്ങൾ ഉണ്ടാകും. പുതുവർഷ പുലരി ഉണ്ടാകും. സുഹൃത്തുക്കളെ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത പലതും നടക്കും. പക്ഷേ വിശ്വാസികളെ, 1000 ഹിജറ വർഷം മാറിയത് നമ്മൾ ഒട്ടുമിക്ക ആളുകളും അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. എന്തുകൊണ്ടാ? നമ്മളതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ഒരു വർഷം മാറി, നമുക്ക് അള്ളാഹു നിശ്ചയിച്ച സമയം കുറഞ്ഞു, ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞു എന്ന തിരിച്ചറിവ് ആർക്കാണ്? എനിക്കുണ്ടോ, നിങ്ങൾക്കുണ്ടോ? ആലോചിച്ചു നോക്കണം. എപ്പോഴേത് ആലോചിക്കുമെന്നോ? റൂഹ് ശരീരത്തിൽ ഇങ്ങനെ വേർപിരിയുമ്പോ അപ്പോഴാണ് മനുഷ്യൻ ആലോചിക്കുന്നത്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജ്ലിൻ ഖരീബ്. കാണാത്ത ചില കാഴ്ചകൾ ആ സമയത്ത് അവൻ കാണുന്നു. മലക്കുകളെ അവന്റെ കണ്ണുകൊണ്ട് കാണുന്നു. മലക്കുകളുടെ രൂപം അവന്റെ കണ്ണുകൊണ്ട് മരിക്കുന്ന സമയത്ത് അവന് കാണുമ്പോ അവന്റെ ഹൃദയം അവനോട് മന്ത്രിക്കും, ജീവിതം യാഥാർത്ഥ്യമാണ്, പരലോകം സത്യമാണ്, മരണത്തിന് ശേഷമാണ് ജീവിതത്തിന് തുടക്കമെന്ന് അവന് ബോധ്യപ്പെടുമ്പോ അതുവരേക്കും പ്രിയപ്പെട്ടവരെ ബോധ്യപ്പെടാത്തവരാണ് ഒട്ടുമിക്ക ആളുകളും. ഈ സംസാരിക്കുന്ന ഞാൻ എന്നോട് ചോദിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കും, പ്രിയപ്പെട്ടവരെ, ബോധ്യപ്പെട്ടിട്ടുണ്ടോ എനിക്കും നിങ്ങൾക്കും? ആ സമയത്ത് ബോധ്യപ്പെട്ടതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? മുഅ്മിനൂൻ സൂറയിൽ അല്ലാഹു പറയുന്നു, റൂഹ് ശരീരത്തിൽ വേർപിരിയുന്ന മരണാസന്നമായ സമയത്ത് അവൻ റബ്ബിനോട് കെഞ്ചും, റബ്ബി ഇർജിഊൻ, അല്ലാഹ് എന്നെ നീട്ടിയിട്ട് തരുമോ? എന്നിട്ട് റബ്ബിനോട് അവൻ പറയുന്ന വാക്കെന്താ? ലഅല്ലി അഅമൽ സാലിഹൻ ഫീമാ തറക്ത്, ഇന്നേ വരെ ചെയ്യാത്ത സുകൃതങ്ങൾ റബ്ബേ ഇനി ഞാൻ ചെയ്തു കൊള്ളാം. നിസ്കാരത്തിൽ ശ്രദ്ധയില്ലായിരുന്നു, എന്റെ ജീവിതത്തിൽ പല ഹറാമുകളും ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തിരുന്നു. ഖുർആനും എടുത്തോതാൻ എന്റെ ജീവിതത്തിൽ മനസ്സ് ഞാൻ കാണിച്ചിട്ടില്ല. മുത്തറസൂലിന്റെ സുന്നത്ത് എന്റെ ജീവിതത്തിൽ വരുത്തിയിട്ടില്ല. ശൈത്താന്റെ പിറകിൽ ഹറാമിന്റെ ലോകത്ത് ഞാൻ ജീവിക്കുകയായിരുന്നു. റബ്ബേ, എനിക്കൊരൽപ്പസമയം നീ നീട്ടിയിട്ട് തരുമോ? റബ്ബിനോട് അവൻ ആവശ്യപ്പെടുന്നു, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഇന്നേ വരെ ചെയ്യാത്ത സുകൃതങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം. ആ സമയത്ത് റഹ്മാനായ റബ്ബ് പറയുന്ന വാക്കെന്താണെന്നോ? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ആ വർത്തമാനം കേൾക്കാൻ ഞാൻ ഒരുക്കമല്ല. ഇതൊരു പൊയ് വാക്കാണ്. എത്രയോ കാലങ്ങളായി നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണത്. നീ ഒരിക്കലും ആ വാക്ക് ഉച്ചരിക്കണ്ട. നിന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നീ പ്രവേശിച്ചോ. ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ, എത്ര ആളുകൾ നമ്മുടെ അറിവിൽ പരിചയത്തിൽ മരണപ്പെട്ടു. മരിക്കാൻ ആഗ്രഹിക്കുന്നവരാരാ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോ, ഓരോരോ മിനിറ്റും വിലപ്പെട്ടതാണ്, ഓരോരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. മനുഷ്യ, നിന്റെ ഹൃദയം നിന്നോട് വിളിച്ചു പറയണം, നിന്റെ ജീവിതം മിനിറ്റുകളും സെക്കൻഡുകളുമാണെന്ന്. അതുകൊണ്ടൊരു പുതുവർഷ പുലരിയിൽ ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താ? എനിക്ക് 50 വയസ്സാണെങ്കിൽ എനിക്ക് 51 വയസ്സായി, 60 ഉള്ളവൻ 61ആയി, 71 ഉള്ളവൻ 72ആയി എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. എന്ത് ചെയ്യണം? ഇത്തരം ദിവസങ്ങൾ ഇങ്ങനെ ഒടിച്ചു പോകുമ്പോ എന്റെ കൈകളിൽ
നന്മകളുണ്ടോ എന്ന് ആലോചിക്കണം. ഓരോരുത്തരും ആലോചിക്കും. ഇത്തരം ചില വർഷങ്ങൾ മാസങ്ങൾ മാറി വരുമ്പോ, ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോ നമ്മളെ പറ്റി ചിന്തിക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, ഈ സത്യവിശ്വാസികളെ, തഖുല്ലാഹ്, അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്താ പ്രിയപ്പെട്ടവരെ അള്ളാഹനെ സൂക്ഷിക്കുക എന്നാൽ ഉദ്ദേശ്യം? അള്ളാഹ് ഉണ്ടെന്ന വിശ്വാസം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അവന്റെ നിയന്ത്രണമാണ് ഈ ലോകത്തിന്റെ പിന്നിൽ നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. എന്നാൽ അവൻ നമ്മെ കാണുന്നു, അവൻ നമ്മെ അറിയുന്നു, അവൻ നമ്മെ നിരീക്ഷിക്കുന്നു. നമ്മുടെ സകലമായ കർമ്മങ്ങളും കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നു. ഈ ഒരു ബോധമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഈ ബോധമുണ്ടോ? വാക്ക് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കും, ഒരു വാക്ക് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കും. അതാണ് തഖ്വല്ലാഹ്. ഈ വിശ്വാസികളെ, തഖ്വല്ലാഹ്, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണേ. വൽതൻളുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു ആലോചിക്കണം. സുഹൃത്തെ, ഒരിക്കലും അത് ആലോചിക്കാൻ ഒട്ടുമിക്ക ആളുകൾക്കും സാധിക്കുന്നില്ല. അല്ലാഹ് പറയാ, നാളേക്ക് നീ എന്ത് ചെയ്തു എന്ന് ആലോചിക്കും. നാളെ എപ്പോഴാ? ഇന്ന് മരിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാണത്. അപ്പോഴാ തുടങ്ങുന്നത്. ഇത് ജീവിതമല്ല പ്രിയപ്പെട്ടവരെ. അല്ലെ, എത്ര കൊല്ലായി ജീവിക്കാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി സർവീസിൽ ഇരുന്നിട്ട്? 28 വർഷമായി. അല്ലെങ്കിൽ ഗൾഫിൽ നാട് കഴിച്ചു കൂട്ടിയിട്ട് എത്ര കൊല്ലമായി? 15 കൊല്ലം പ്രവാസമായിരുന്നു. അങ്ങനെയൊക്കെ ഞാനും നിങ്ങൾ സംസാരിക്കാറുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി? 70 ആയി. 70 കൊല്ലം. സുഹൃത്തേ, അത് ജീവിതമല്ല. അതിൽ അഴിബും വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. എത്ര സുന്ദരമായിട്ടാണ് ഖുർആൻ പറയുന്നത്. അത് കളിയും തമാശയാണ്. കാര്യമായിട്ട് കാണണ്ട അല്ലേ? ഇന്ന സമയം ഞാനും നിങ്ങളും മരിക്കുമ്പോ നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരും സഹോദരങ്ങളും നമ്മുടെ റൂഹ് കാണാൻ, നമ്മുടെ ശരീരം കാണാൻ വരുന്നില്ലേ? അന്നാണ് സുഹൃത്തേ ജീവിതത്തിന്റെ 1-ാം തീയതി. അന്ന് മുതൽ സന്തോഷിക്കാൻ നമ്മുടെ കൈകളിൽ നന്മകളുണ്ടോന്ന് ഓരോരുത്തരും ആലോചിച്ചു. ഈ ഖുത്ബ കേൾക്കുന്ന ഓരോരുത്തരും ഇന്ന് അസറിന്റെ മുമ്പ് ഞാൻ നിങ്ങളും വഫാത്തായാൽ സുഹൃത്തേ, ഖബറിലെ ജീവിതം സുഖകരമാകാൻ കർമ്മങ്ങൾ നമ്മുടെ കൈകളിലുണ്ടോ? ഹിസാബ് യസീറാകാൻ കൈകളിൽ നന്മകളുണ്ടോ? നന്മ തിന്മകൾ തൂക്കി കണക്കാക്കുമ്പോ നന്മയുടെ സുഹൃതങ്ങൾ ഉണ്ടാകുമോ? ആലോചിച്ച് നോക്കി. അമ്മാമൻ ഖഫ്ഫത്ത് മവാസീനുഹു, ആരുടെ തുലാസ് നന്മയാൽ കനം കുറഞ്ഞോ അവൻ നാശത്തിലാണ്. ഖുർആൻ എത്രയിടങ്ങളിലാണ് സൂചിപ്പിച്ചത്? ആലോചിച്ചോളി എല്ലാവരും. ദിവസം ഇങ്ങനെ പോകുമ്പോ നമ്മളെ പറ്റി വിലയിരുത്തണം. നന്മകളുണ്ടോ നമ്മുടെ കൈകളിൽ? മത്സരിച്ചോടണം. പ്രവാചകൻ തിരുമേനി പറഞ്ഞല്ലോ, മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്ന 2 അനുഗ്രഹങ്ങൾ ഏതാ? സിഹാഫറ, മനുഷ്യൻ നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്, മനുഷ്യൽ ഭൂരിഭാഗം ആളുകളും നഷ്ടപ്പെടുത്തുന്ന 2 അനുഗ്രഹങ്ങൾ ഏതാ? ആരോഗ്യമാണ്. മറ്റൊന്ന് സഹോദര, ഒഴിവ് സമയമാണ്. അല്ലെ, ആരോഗ്യം, നല്ല ചുറുചുറുക്കുള്ള സമയം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ ചെലവഴിക്കാൻ ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ഉണ്ടോ? ആലോചിക്കിൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസി അസ്സിഹാ വൽ ഫറാഗ്. ഒഴിവ് സമയമുണ്ടോ? അല്ലേ, എത്ര സമയമാണ് നമ്മളെ ഫോണിൽ ചെലവഴിക്കുന്നത്? സുഹൃത്തെ, വിനോദങ്ങളുടെ പറയിൽ എത്രയാണ് ഞാൻ സഞ്ചരിക്കുന്നത്? നല്ല ഈ ചൊറുചൊറുക്കുള്ള സമയം അല്ലാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കുന്നവർ എത്ര ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടെന്ന് ആലോചിക്കും. പന്ത് കളിയുടെ ലഹരിയുടെ ലോകത്താണ് എല്ലാവരും. പന്ത് കളിയുടെ ലഹരിയുടെ ലോകത്താണ് പ്രിയപ്പെട്ടവരെ. എല്ലാവരുടെയും മനസ്സുകൾ വ്യത്യസ്ത പേരുകളാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ, നിസ്കാരത്തിൽ ഉപേക്ഷ വന്നോ? ഈ വേൾഡ് കപ്പ് വന്നതിന് ശേഷം ഇത്രേ ചോദിക്കുന്നുള്ളൂ. കളി കാണണ്ടെന്ന് പറയുന്നില്ല, കളിയോട് താല്പര്യമുള്ള ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ വന്നതിന് ശേഷം നമ്മുടെ നമസ്കാരം നഷ്ടപ്പെട്ടോ? നമ്മുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടോ? നമ്മുടെ തഹജ്ജുദ് നഷ്ടപ്പെട്ടോ? നമ്മുടെ ഖുർആൻ പാരായണത്തിന് പ്രിയപ്പെട്ടവരെ ആ കളി നമുക്ക് തടസ്സമായോ? എങ്കിൽ നമ്മൾ തിരിച്ചറിയണം, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുഹൃത്തേ, അതൊന്നും നമ്മുടെ മുന്നിൽ തടസ്സമാകാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. അല്ലാഹനെ പറ്റിയുള്ള ഓർമ്മയിൽ ഇതൊന്നും തടസ്സമാകാൻ പാടില്ല. ഇത് വരും പോകും അല്ലെ? ഒരു 4 വർഷം കഴിയുമ്പോ ഒരു വേൾഡ് കപ്പ് വരുമ്പോ നമ്മുടെ മനസ്സിൽ തെളിയേണ്ട ചിന്ത എന്താ? 4 വയസ്സ് പൂർത്തിയായി, എനിക്ക് ഇനി 30 ആകുമ്പോഴേക്കെന്ന് ഇരിക്കണ ഞാൻ നിങ്ങൾ ഉണ്ടാകോ? അറിയില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നരകങ്ങനെ കാണുമ്പോ മനുഷ്യനെ, നരകങ്ങനെ കാണുമ്പോ
നരകം ഇങ്ങനെ കൊണ്ടുവരപ്പെടാം, അതിൽ തന്നെ കരിക്കാനാണ് എന്നവന് സ്വമേധയാ അവനിങ്ങനെ സാഹചര്യങ്ങളാൽ ബോധ്യപ്പെടും. ആർത്തിരുമ്പുന്ന നരകാഗ്നിയിൽ, കെട്ടിട സമാനം തീപ്പരികളുയരുന്ന നരകാഗ്നിയിൽ ഞാൻ കരിഞ്ഞു പോകേണ്ടവനാണെന്ന് അവന് സാഹചര്യങ്ങളാൽ ബോധ്യപ്പെടുമ്പോ അപ്പോനുള്ളുവിളി വരും. അവൻ റബ്ബിനോട് പറയും, പടച്ചോനെ, എന്റെ ജീവിതത്തിൽ എന്ത് ഞാൻ ചെയ്തു, എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഓരോരുത്തോട് ആലോചിച്ചോളും പ്രിയപ്പെട്ടവരെ, എല്ലാരും ആലോചിച്ചോളും. കളിയും ചിരിയും തമാശയും വിനോദങ്ങളും എല്ലാം ആവാം, പക്ഷേ റഹ്മാനായ റബ്ബിന്റെ തൃപ്തി ലഭിക്കുന്ന വഴിയിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും നമ്മൾ വ്യതിചരിക്കാൻ പാടില്ല. അല്ലേ? കളി കണ്ടോ, സുബഹി ജമാഅത്തിന് പള്ളിയിലെത്തിയില്ലെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. സുഹൃത്തെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു സഹോദരൻ, വിത്ർ നിസ്കരിക്കുന്ന ഒരു സഹോദരൻ, എല്ലാവരും വിത്ർ നിസ്കരിക്കേണ്ടവരാണ്. നിസ്കരിക്കണം പ്രിയപ്പെട്ടവരെ. കടന്നുറങ്ങിയതിനു ശേഷം ഒരല്പസമയം ഉണർന്നീറ്റുകൊണ്ട് വിശ്വാസി പ്രാർത്ഥനകളിൽ മുഴുകണം. സ്വർഗം കിട്ടുന്നവരെ പറ്റി പറയുന്നിടത്തൊക്കെയും സ്വർഗം ലഭിക്കുന്നവരെ പറ്റി ഖുർആൻ പറയാം, അവർ നിശാന്തി സമയങ്ങൾ പ്രാർത്ഥനകളിൽ മുഴുകുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോ, മുത്തറസൂൽ പറഞ്ഞില്ലേ, 5 ഘട്ടം വന്ന് നീ പ്രയാസപ്പെടും മുമ്പ് 5 ഘട്ടത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. ഒന്നെന്താ റസൂലുള്ളാഹി പറഞ്ഞു? ശബാബക്ക, നിന്റെ നല്ല ചുറുചുറുക്കുള്ള സമയം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ സംസാരം കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ചുറുചുറുക്കുള്ള സമയം നല്ല നിലക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തണം, നന്മയുടെ വഴിയിലാകണം. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ പള്ളിയിൽ കാണണം, ജമാഅത്തിൽ കാണണം, ദീനിന്റെ വഴിയിൽ കാണണം. ഒട്ടുമിക്ക ചെറുപ്പക്കാരെയും കാണുന്നത് വേറെ പലയിടങ്ങളിലുമാണ്, ഹറാമിന്റെ ലോകത്താണ്. സുഹൃത്തുക്കളെ, പറയേണ്ടതില്ലല്ലോ. ഈ സംസാരം കേൾക്കുന്നവരുടെ മനസ്സുകൾ ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശിച്ച് ബോധ്യപ്പെടുന്നുണ്ടാകും. അരുത്, അത് നമുക്ക് നഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം മണ്ണോട് ചേരുമ്പോ, സിത്താവിന്റെ മുന്നിലേക്ക് നമ്മൾ പോകുമ്പോ പ്രയാസപ്പെടേണ്ടി വരും. അവിടുന്നാ വന്നത് ലേ സുമ്മഇന്നക്കും ബഅദദാലിക ലമയ്യിതൂൻ. അതാണ് പ്രിയപ്പെട്ടവരെ പ്രശ്നം. അല്ലാഹു പറയാ, വലഖദ് ഖലഖൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ. എത്ര സുന്ദരമാണ് ആ സൂറ, ആ ആയത്തുകൾ എത്ര സുന്ദരമാണ്. അള്ളാഹ് ഇങ്ങനെ കണ്ടുകൊണ്ട് കാണാൻ പറ്റും. നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഘട്ടം ഘട്ടമായ അവസ്ഥയെ പറ്റി സുന്ദരമായി പ്രതിപാദിക്കുന്ന ഒരു വചനം. ആയിരക്കണക്കിന് ആളുകൾ ആയത്ത് പഠിച്ചിട്ട് ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ട്, ഖുർആന്റെ തണലിലേക്ക് വന്നിട്ടുണ്ട്. ആയത്തൊന്ന് ജസ്റ്റ് മുഅ്മിനൂൻ സൂറയിലാണ്, ആയത്തൊന്ന് പരിശോധിച്ചു. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടം ഘട്ടമായ അവസ്ഥ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന സമയത്തുള്ള അവസ്ഥയെ പറ്റി സുന്ദരമായ പ്രതിപാദ്യമാണ്. ആരാണ് നമ്മെ പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനാണ് നമ്മെ ഓതിക്കേൽപ്പിച്ചത്. ആയത്തിങ്ങനെ മുന്നോട്ട് പോകുമ്പോ അങ്ങനെ പടിപടിയായി നിന്നെ വളർത്തിക്കൊണ്ടുവന്ന് നല്ലൊരു അവസ്ഥയിലേക്ക് നിന്നെ ആക്കി, നല്ലൊരു മനുഷ്യനാക്കി, നല്ലൊരു ബുദ്ധിയും തന്റെ ഇടവും നൽകി, അനുഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങൾ നൽകി അല്പകാലം നിന്നെ ഭൂമിയിൽ ജീവിപ്പിച്ചു. എന്നിട്ട് അല്ലാഹ് പറയാ, സുമ്മഇന്നക്കും ബഅദദാലിക ലമയ്യിതൂൻ. എടോ, പിന്നെ നീ മയ്യിത്താകും. ലേ, ഹംസക്കുട്ടിയുടെ എടുത്തോ എന്നല്ല ചോദിക്കുക, മയ്യത്തെടുത്തോ, മയ്യത്ത് കുളിപ്പിച്ചോ, മയ്യത്ത് ഖഫൻ ചെയ്തോ, വേഗത്തിൽ എടുക്കണ്ടേ? 4 മണിക്കല്ലേ എടുക്കുമെന്ന് പറഞ്ഞത്, എന്തേ വൈകിയത്? എന്റെ വീടിന്റെ ഉമ്മറത്ത് സുഹൃത്തെ ചുമരിൽ ഒട്ടിക്കും, 4 മണിക്ക് ജനാസ പുറത്തെടുക്കും. ഈ ബോധം എന്തേ എനിക്കും നിങ്ങൾക്കും ഇല്ലാത്തത്? അല്ലയല്ലേ പറയുന്ന സുമ്മഇന്നക്കും ബഅദദാലിക ലമയ്യിതൂൻ. മയ്യിത്തായി പോയിട്ടുണ്ട്, അവസാനിക്കായിരുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു. തൊട്ടടുത്ത ആയത്തെന്താ? സുമ്മഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. ആ പ്രശ്നം ആണ്. മയ്യിത്തായി മണ്ണോടം ചേർന്ന് ഒന്നുമല്ലാതെയായി അവസാനിച്ചിരുന്നുവെങ്കിൽ ജുമുഅക്ക് വരണ്ട, നിസ്കാരത്തിൽ ശ്രദ്ധ വേണ്ട, ഖുർആൻ പഠിക്കണ്ട, ഹലാലും ഹറാമും നോക്കണ്ട, കളിച്ച് രസിച്ച് സുഖിച്ചു മതിച്ച് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാമായിരുന്നു. പ്രശ്നം ഗുരുതരം എന്താ? സുമ്മഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. പിന്നെ നിന്നെ കൊണ്ടുവരുമടോ, കൊണ്ടുവരും.
ഉയർത്തെഴുന്നേൽപ്പിക്കും, വിചാരണയ്ക്ക് വിധേയമാകും. എല്ലാ കാര്യങ്ങളും സവിസ്തരം വിചാരണയ്ക്ക് വിധേയമാകും. ശ്രദ്ധിച്ചോളും. ഓരോരോ ദിവസം ഇങ്ങനെ പോകുമ്പോ ഖബറിലോട് അടുത്തുകൊണ്ടിരിക്കുക. മുഹറം മാസത്തിലാണ് നമ്മൾ. ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്ത് എന്താണെന്നോ? ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ. അള്ളാന്റെ അടുത്ത് മാസങ്ങളുടെ കണക്ക് 12 എണ്ണമാണ്. അല്ലേ? നമ്മൾ ഇങ്ങനെ ചോദിച്ചു, അറബി മാസം 12 എണ്ണം തെറ്റുകൂടാ ചെല്ലാൻ അറിയുന്ന എത്ര ആളുകളോട് കൊടുത്തിട്ടുണ്ട് ഉണ്ടാവും എന്ന് വിചാരിക്കാം. അല്ലേ? എന്നാ മലയാള മാസം അറിയുന്നു, ഇംഗ്ലീഷ് മാസം അറിയും, അതൊന്നും അറിയും. പക്ഷെ ഇതറിയണം, നമ്മളെല്ലാ ഇബാദാത്തുകളും ബന്ധപ്പെട്ട് കിടക്കുന്നത് അറബി മാസം. അല്ലേ? ഹജ്ജിന്റെ മാസം ദുൽഖഅദ് ഹിജ്ജ്, റമളാൻ വരുന്ന സമയത്ത് റമളാൻ അറിയാം. ഇപ്പൊ മുഹറം ചില സമയങ്ങളിൽ എല്ലാം അറിയണം. നമുക്കതറിയണം. ആകാശലോകത്ത് സൃഷ്ടിച്ചപ്പോ റഹ്മാനായ റബ്ബിന്റെ അരികിൽ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാകുന്നു. അതിൽ 4 എണ്ണം മിൻഹാ അർബഅത്തുൻ ഹുറും, പവിത്രമായ മാസമാണ് പ്രിയപ്പെട്ടവരെ. മുഹറമാണത്, റജബാണത്, ദുൽഖഅദാണ്, ദുൽഹിജ്ജയാണ് പവിത്രമായ മാസങ്ങൾ. അള്ളാന്റെ മാസം എന്ന് വിശേഷിപ്പിക്കുന്ന മാസമാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒട്ടനവധി വിജയങ്ങൾക്കും സാക്ഷ്യം വഹിച്ചൊരു മാസമാണിത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് റഹ്മാനായ റബ്ബ് വിജയം നൽകിയത് ഈ മുഹറം മാസത്തിലാണ്. പ്രിയപ്പെട്ടവരെ, കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമെ വേദനിപ്പിച്ച ധിക്കാരിയായ ഫറോവയെ പാഠം പഠിപ്പിച്ച മാസമാണ് മുഹറം മാസം. ഖുർആൻ അത് എത്ര സ്ഥലങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുത്തുന്നിട്ടുണ്ട്. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ. അള്ളാന്ന് പറഞ്ഞ് ഞാനാ റബ്ബ് എന്ന് വായിച്ച ധിക്കാരിയെ പടച്ചോൻ കൈകാര്യം ചെയ്തു. അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഓനാ കാലയളവിൽ ആരായിരുന്നു, എത്ര അവസ്ഥയിലായിരുന്നു, എത്ര ആളുകളെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. സൃഷ്ടിച്ച റബ്ബിനെ വിസ്മരിച്ചുകൊണ്ടാര് ഈ ലോകത്ത് നടന്നാലും ഓൻ ഇരുത്തന്റെ അടുത്ത് പടച്ചുരുത്തും. എല്ലാവരും മനസ്സിലായിക്കോളെ. ഞാനാണെങ്കിലും ഫിർഔൻ അഹങ്കാരിയായി വലിയൊരു കാലഘട്ടത്തിൽ വിലസി. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്ദ്യമായ നിലയിലാണ് പ്രിയപ്പെട്ടവയെ ഫറോവയെ കൈകാര്യം ചെയ്തത്. മൂസാ നബിയും വിശ്വാസികൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ മുങ്ങിച്ചാകുന്നത് പടച്ചോൻ കാണിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ്? പല ആളുകൾക്കും അത് ബോധ്യപ്പെടുത്തണം. ആ ചങ്ങാതിയുടെ, ആ ഫിർഔനിന്റെ മൃതശരീരം ഇന്നും പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സൂറത്ത് യൂനുസിലെ 92-ാമത്തെ ആയത്ത്. എത്ര അഹങ്കാരികൾ ഈ ലോകത്ത്, എത്ര അഹങ്കാരികളും ധിക്കാരികളും സ്വേച്ഛാധിപതികളെയും റഹ്മാനായ റബ്ബ് പിടിച്ചിരുത്തിയിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. മുഹറം മാസത്തിന് അങ്ങനെ കുറെ മഹത്വങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതിന് എന്തോ ഒരു ദുശകനായിട്ട് കാണുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ. മുഹറം മാസത്തെ കാണാൻ അതിന്റെ ഉദയം പോലും എന്തോ ഇടങ്ങേറായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ നാട്ടിലൊന്നുമില്ല. എന്നാ ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് എന്ന് ശ്രദ്ധിച്ചോളൂ. അങ്ങനത്തെ ഒന്നുമില്ല. അള്ളാഹു എല്ലാ മാസവും ശ്രേഷ്ഠമാണ്. എന്നാ ഈ മാസത്തിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വല്ലതും തീരുമാനിക്കണമെങ്കിൽ എല്ലാരും മുഹറം മാസത്തിൽ തീരുമാനിച്ചു. മുഹറം 10 കഴിഞ്ഞോട്ടെ എന്ന് പറയും. കല്യാണ നിശ്ചയത്തിനൊക്കെ ഇങ്ങനെ വട്ടത്തിൽ കാരണന്മാരൊക്കെ ഇരിക്കുമ്പോ കലണ്ടർ ഇങ്ങനെ കൊണ്ടുവരും. ഇങ്ങനെ മറിച്ചിട്ട് 10 കഴിഞ്ഞോട്ടെ എന്ന് പറയും. എവിടുന്ന ഈ 10 കഴിഞ്ഞോട്ടെ എന്നുള്ള സംസാരം വരാൻ കാരണം അത് ജൂദായിസ, പ്രിയപ്പെട്ടവരെ, ഷിയായിസാണ്. ഈ മാസത്തിനൊരു ദുശകുനമായി കാണാൻ അവിടുന്ന് വന്നതാണ്. അതൊക്കെ അവിടുന്നുള്ള ഇറക്കുമതിയാണ്. ഇസ്ലാമിൽ അങ്ങനെയില്ല, ഒരിക്കലുമില്ല. തിരിച്ചറിയുന്ന ശ്രേഷ്ഠതയുള്ള മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. മഹാനായ അലി റളിയല്ലാഹുവിന്റെ ഹുസൈൻ റളിയല്ലാഹു കർബലയിൽ കൊല ചെയ്യപ്പെട്ടത് ധാരണമാ നിലയിൽ ആ ബഹുമാനായ അനുഗ്രഹീതനായ സ്വഹാബി പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു. ഈ മാസത്തിലാണ് അവർക്ക് ദുഃഖാചരണ. മുഹറം 1 മുതൽ സകല ശിയാക്കളും റോട്ടിലിറങ്ങിയിട്ട് നെഞ്ചത്തടിച്ച് മാറ് പൊളിച്ച് ആ ഒരു അവസ്ഥയിലാണ് അവസ്ഥ. യഥാർത്ഥത്തിൽ ഒരാളുടെ മരണം ദുഃഖാചരണമായി കാണാനേ ഇസ്ലാം പഠിപ്പിക്കണം. എല്ലാവരും അടിവരയിട്ട് മനസ്സിലാക്കി. ഒരാളുടെ മരണവും അന്ന് കറുത്ത ബാഡ്ജ് കുത്തി റോട്ടിലിറങ്ങി മൗനജാഥ നടത്തി എന്തെങ്കിലും ഇല്ല പ്രിയപ്പെട്ടവരെ, ഇസ്ലാം അനുവദിക്കുന്നേ ഇല്ല. എത്ര അമ്പിയാക്കളെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുത്തറസൂലിന്റെ ഹയാത്തിൽ അള്ളാന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് സയ്യിദ് ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മൃതശരീരം വികൃതമാക്കിയില്ല പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ റസൂലിന് വിഷമുണ്ടാക്കിയിട്ട് അങ്ങനെ എത്രയെത്ര സഹാബത്ത്. അതൊന്നും അള്ളാന്റെ കൊല്ലം എല്ലാം തന്നെ അള്ളാഹുവിന്റെ തീരുമാനം. അള്ളാന്റെ തീരുമാനം.
അത് അള്ളാഹുവിന്റെ ഖദാഖദറാണ്. അതൊരു ദുഃഖാചരണമായി, ഒരു വിഷമത്തിന്റെ ആഘോഷമായി കൊണ്ടാടുന്നത് അവിടുന്ന് വന്നതാണ്. അതുകൊണ്ട് ഈ സംസാരം കേൾക്കുന്ന ഒരാളിലും ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകണ്ട എന്നെന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം. ഒട്ടനവധി പ്രശ്നങ്ങൾ വിശ്വാസ സമൂഹത്തിൽ, അന്ധവിശ്വാസങ്ങൾ കടന്നു വന്നത് ആ വഴിക്കാണ്. മുസ്ലിം ലോകം പ്രിയപ്പെട്ടവരെ എഴുതിത്തള്ളിയ ഒരു വർഗമാണ് യഥാർത്ഥത്തിൽ ആ വർഗം എന്ന് തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ടാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നവരാണ് യഥാർത്ഥ ഷിയ വിശ്വാസം. മുസ്ലിം ലോകത്ത് രണ്ട് വിഭാഗം, ഒന്ന് സുന്നി ഷിയ. ഷിയ വിശ്വാസം എന്താണ്? സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നവർ ആ കൂട്ടത്തിലുണ്ട്. നമ്മൾ തിരിച്ചറിയണം, ഗൗരവം മനസ്സിലാക്കണം. അവർക്കാകെ 5 ആളുകൾ മതി. ഹംസത്തുൻ ഉത്ഫി ബിഹിം നാറൽ വബാ അൽ മുസ്തഫ വൽ മുർത്തള വബനാഹുമാ വഫാത്തിമ. അൽ മുസ്തഫ റസൂൽ, വൽ മുർത്തള അലി റളിയല്ലാഹു അൻഹു, വബനാഹുമാ ഹസൻ ഹുസൈൻ വഫാത്തിമ. അല്ലാത്തവരാരെയും നിങ്ങൾ അംഗീകരിക്കില്ലെന്ന് പോലെ വിശ്വാസത്തിന്റെ ആണിക്കല്ല. ഈ 4 ആളല്ലാത്ത ആരെയും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ബാങ്കിലടക്കം അലി വലിയുള്ള, ഖുർആനിലടക്കം അലി അള്ളാന്റെ പേര് എഴുതി ചേർത്തവരാണ് ഈ വർഗം. സാന്ദർഭികമായി എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, പരിശുദ്ധ ഖുർആനിൽ ഈ അലി റളിയല്ലാഹുവിന്റെ പേര് എഴുതി ചേർത്ത് മുസ്ഹഫ്, ആയിരക്കണക്കിന് ആൾ മുസ്ഹഫിന്റെ കോപ്പി പ്രിന്റ് ചെയ്തു. ആ സഹോദരങ്ങൾ ഏത് സൂറയിലാ ചേർത്തത്? ശർഹ് സൂറയിൽ. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക ഫിസ്റക അല്ലദീ അൻഖള ളഹ്റക വഅലിയൻ സിഹറക. അതെത്രമാത്രം ധൈര്യം കാണിച്ചൊരു വർഗമാണത്. രക്തബന്ധ കെട്ടുബന്ധത്തിലൂടെ നിനക്ക് അലിയെയും തന്നിട്ടുണ്ട്. ആ സൂറത്തിന്റെ പ്രത്യേകത എന്താണെന്നോ? നബിയെ, നിനക്ക് അനുഗ്രഹങ്ങൾ നൽകിയില്ലേ? അലം നശ്റഹ് ലക സദ്റക, ഹൃദയം വിശാലമാക്കി തന്നില്ലേ? നിന്റെ ഭാരം ചുമലൊടിക്കുന്ന, മുതുകൊടിക്കുന്ന ഭാരത്താം ഇറക്കി വെച്ച് തന്നില്ലേ? അങ്ങനെ അള്ളാന്റെ റസൂലിന് നൽകിയ അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിക്കുന്ന സൂറത്താണ്. അള്ളാന്റെ റസൂൽ ആ സൂറത്ത് കരയാതെ ഓതാറ്. അതില് അലി റളിയല്ലാഹു അൻഹു എനിക്ക് തന്നിക്കണമെന്ന് ആയത്ത് എഴുതി ചേർത്ത് പ്രിയപ്പെട്ടവരെ. അത്രമാത്രം ധൈര്യം കാണിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ ചവറ്റുകൊട്ടിയിലേക്ക് എറിയപ്പെടേണ്ടി വന്നു. അള്ളാന്റെ ഖുർആന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞെന്താണെന്നോ, എല്ലാ അന്ധവിശ്വാസം ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയും വരുന്ന ആ വഴിയിൽ നിന്നാണ് നമ്മൾ എല്ലാവരും തിരിച്ചറിയണം. അതുകൊണ്ട് ഈ മാസത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ മുഹറം മാസം തീരുമാനിച്ചൊരു, ഇത് അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹു ഏറ്റവും അനുഗ്രഹിച്ച മാസമാണ്. അതാണ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. അതാണ് യഥാർത്ഥ മതം. ഇങ്ങോട്ട് ആയത്തിങ്ങനെ മുന്നോട്ട് പോകണം. അന്ന് ഈ പവിത്രമായ മാസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിരുന്നു യുദ്ധം വരുന്ന സമയത്ത്. അപ്പൊ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫറാണ്, അരുതെന്ന് കൃത്യമായി അവർ ബോധ്യപ്പെടുത്തി. ഈ 5 മാസങ്ങളും 4 മാസങ്ങളും ശ്രേഷ്ഠതയുള്ളതായി വരാൻ കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ട മാസമാണ്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഒരു വർഷം മാറി മറ്റൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയും സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കുക നമ്മുടെ ജീവിതത്തിൽ നന്മയിലാണ്. ചെറുപ്പക്കാരോട് എല്ലാവരും ആലോചിക്കും, ശബാബക്കബിൽ ഹരിമിക്ക്, വയസ്സായി ഒന്നിനും പറ്റാത്തൊരവസ്ഥ വരുന്നതിന് നല്ല ആരോഗ്യ സംരക്ഷപ്പെടുന്ന വഴി ചെലവഴിക്കും. മുത്തറസൂലിന്റെ കനപ്പെട്ടൊരു വാക്കാണ് ഖനാക ഖബൽ ഫക്കിരിക്ക. സമ്പത്ത് ഇപ്പൊ കയ്യിലുണ്ടോ? ചെലവഴിച്ചോ. ദാരിദ്ര്യം വന്ന് വർഷം നീനും. ഒഴിവ് സമയമുണ്ടോ? അള്ളാഹു ഇഷ്ടപ്പെടുന്നതും ചെയ്തോ. ജോലിയിൽ വ്യാപൃതനാകുമ്പോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ വരും, വിഷമിക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ ഖുത്ബ കേൾക്കുന്നവരെ, നമ്മുടെ വലിയ നമുക്ക് സ്വർഗം കിട്ടും അല്ലെ? എത്ര ബഹുമാന വ്യക്തിത്വങ്ങൾ നമ്മോട് യാത്രയായി ഇരിക്കണം. ഞാൻ നിങ്ങളും അല്ലെങ്കിൽ നാളെ നമ്മുടെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, ഇഷ്ടവർ നമ്മളെയും ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞ ഖബറിലേക്ക് ഇറക്കണം എന്നാണ് ജീവിതത്തിന്റെ തുടക്കം. അവിടെ സന്തോഷം ലഭിക്കണം, റാഹത്ത് ലഭിക്കണം, അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കണം. നമ്മെ അവന്റെ തൃപ്തി ജീവിതത്തിൽ നേടിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരും. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നോട് പോലെ. സഹോദരങ്ങളെ, വർഷത്തിന്റെ മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. നമ്മുടെ ആഖിറത്ത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. ചുരുക്കം നമ്മൾ എന്നെ ശ്രദ്ധിക്കണം, ആരും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. നീ മുഹറവുമായി ബന്ധപ്പെട്ട് ശ്രേഷ്ഠതയിൽ ഒരു സുന്നത്ത് ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ,
ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം ഫർള് സ്വലക്ക് ശേഷം രാത്രി നിസ്കാരം. അതായത് നേരത്തെ പറഞ്ഞത്. അതൊക്കെ ചെയ്യുന്ന ആളുകൾ, ചെയ്യാത്ത ആളുകൾ ചെയ്യാൻ തുടങ്ങിക്കോളി. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അള്ളാഹിനോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഏതാണ്? ഇപ്പൊ ഇരിക്കുന്ന ഈ സംസാരം കേൾക്കുമ്പോൾ കുറെ പ്രശ്നങ്ങൾ നമ്മളെങ്ങനെ വരിഞ്ഞു കൊടുക്കുന്നുണ്ടാവും. നമ്മൾ പലരോടും ഷെയർ ചെയ്യും. ആരോട് ഷെയർ ചെയ്യുന്നേക്കാൾ നിങ്ങൾക്ക് അള്ളാഹിനോട് പറയാൻ പറ്റിയ ഏറ്റവും നല്ല സമയം സുബൈയുടെ മുമ്പ് 1/2 മണിക്കൂർ എണീറ്റിട്ട് നിങ്ങൾ കയ്യണം നടത്തിക്കോ, പ്രശ്നം പരിഹരിച്ചു. ഒരു സംശയ വിഷയം. ഏറ്റവും ഫർള് സ്വല കഴിഞ്ഞ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം സഹോദരങ്ങളെ ജൗഫുൽ ലൈൽ, രാത്രിയുടെ ഇടയിൽ നമസ്കാരം, തഹജ്ജുദ്, വിത്ർ, ഖിയാമുൽ ലൈൽ നമസ്കാരം. പിന്നെ രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സിയാമി ബഅദ സിയാമി റമളാൻ, റമളാനിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള 2 നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. മുഹറം 9, 10. എന്റെ സംസാരങ്ങൾക്ക് ജ്യേഷ്ഠാനിച്ച സഹോദരങ്ങളോട് പറയട്ടെ, അടുത്ത വെള്ളിയാഴ്ച നോമ്പാണ്. എല്ലാവരും തീരുമാനിച്ചോളൂ. 9ഉം 10ഉം മഹാനായ പ്രവാചകന്റെ പ്രബലമായ സുന്നത്ത്. മഹാനായ പ്രവാചകന്റെ കൗലിയായ സുന്നത്താണ് 9, ഫിഅലിയായ സുന്നത്താണ് 10. അടുത്ത വ്യാഴവും വെള്ളിയുമാണ് മുഹറം 9, 10. കാലാവസ്ഥക്ക് അനുകൂലമാണ്. പെരയിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കുടുംബനാഥൻ വസതി. അടുത്ത വെള്ളിയും വ്യാഴവും നമുക്ക് നോമ്പാകാം. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂൽ അത്രയും നമുക്ക് അടുത്ത ഒരു മുഹറമിൽ ഇരിക്കണം. ഞാനിങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല. അടുത്ത വ്യാഴാഴ്ചക്ക് തന്നെ നമ്മൾ എത്ര ആളുകൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ഈ സുന്നത്തിനെ ഹയാത്താക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളായിട്ട് ചെയ്താൽ നമുക്ക് ഗുണം ചെയ്യും, അല്ലെങ്കിൽ ആരും നമുക്ക് ഉണ്ടാവൂല. അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും കേട്ടു മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിനീതരിനെ ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗത്താൽ വിഷമിക്കുന്ന ധാരാളം ആളുകൾ ഞാൻ ജുമഅക്ക് വരുമ്പോ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഒരു ബഹുമാനായ രോഗി, ക്യാൻസറിന്റെ വല്ലാത്തൊരവസ്ഥയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അസുഖങ്ങളിൽ പ്രയാസങ്ങൾ കഴിയുന്നവർക്ക് എല്ലാവർക്കും ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും ഭാര്യ സന്താനങ്ങളെയും സഹോദരങ്ങളെയും എല്ലാവരെയും മാരക രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാറാരോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി ജീവിതം ചിട്ടപ്പെടുത്തുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ദീനിയായ തുറവിയുള്ള മനസ്സ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർ ധാരാളം, എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. എല്ലാവരുടെയും ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. وآخر دعوانا أن الحمد لله.